ഹായ് ഓൾ. നെക്സ്റ്റ് ടോപ്പിക് ലോഡ്സ് ഓൺ സ്റ്റെയർസ്. അപ്പോൾ സ്റ്റെയറിൽ വരുന്ന ലോഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് വൺ ലൈവ് ലോഡ്സ് ആണ്. ആസ് പെർ IS 875, ലൈവ് ലോഡ്സ് കമ്മിങ് ഓൺ ദ സ്റ്റെയർ മേ ബി ടേക്കൺ ആസ് follows. Stairs liable for overcrowding is equal to 5 kN per meter square. Stairs not liable for overcrowding is equal to 3 kN per meter square. അപ്പോൾ IS 875 ബേസ് ചെയ്തിട്ട് ഓവർ ക്രൗഡിങ് വരുന്ന കേസിൽ ഒരു പർട്ടിക്കുലർ ലൈവ് ലോഡും ഓവർ ക്രൗഡിങ് വരാത്ത കേസിൽ ഒരു പർട്ടിക്കുലർ ലൈവ് ലോഡുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓവർ ക്രൗഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് വരുന്ന കേസാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരുപാട് പേര് ഒന്നിച്ച് കൂടാൻ ചാൻസ് ഉള്ള, അതായത് സ്റ്റെയർ കേസിലൊക്കെ ഒരുപാട് പേര് ഒന്നിച്ച് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ നമ്മളെ നോർമൽ വീട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു കേസ് വരുന്നില്ല അല്ലേ. അപ്പം നോട്ട് ലയബിൾ ടു ഓവർ ക്രൗഡിങ് ആണ് ഇപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഒക്കെ വരിക. എന്നാൽ പബ്ലിക് ബിൽഡിംഗ്, ഫോർ എക്സാമ്പിൾ സിനിമ തിയേറ്റേഴ്സ്, ഓക്കെ, ഷോപ്പിംഗ് മാൾസ് അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഓവർ ക്രൗഡിങ് വരുന്ന സാഹചര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഓവർ ക്രൗഡിങ് വരുന്ന കേസിൽ നമ്മൾ ലൈവ് ലോഡ് 5 kN per meter square എന്ന് കൺസിഡർ ചെയ്തിട്ടാണ് സ്റ്റെയർ ഡിസൈൻ ചെയ്യുക. അതുപോലെ തന്നെ നോർമൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ 3 kN per meter square എന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നാൽ ഓവർ ക്രൗഡിങ് വരുമ്പോൾ 5 kN per meter square-ഉം ഓവർ ക്രൗഡിങ് വരാത്ത സാഹചര്യത്തിൽ 3 kN per meter square-ഉമാണ് നമ്മൾ നോർമലി ലൈവ് ലോഡ്സ് എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഡെഡ് ലോഡ്സ്. ഓക്കെ, നെക്സ്റ്റ് ഡെഡ് ലോഡാണ്. അപ്പം സ്റ്റെയറിൻ്റെ ഡെഡ് ലോഡ് എങ്ങനെയാണ് വരിക, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കിവിടെ ഫിഗർ കാണാം. ഇപ്പോൾ ഫിഗറിൽ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പാണ് എടുത്തിരിക്കുന്നത്, ഒരു ഇൻഡിവിജ്വൽ സ്റ്റെപ്പാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്പും അതിൻ്റെ താഴെ വരുന്ന വെയ്റ്റ് സ്ലാബും കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പിൻ്റെ ട്രെഡ് ഇവിടെ ഫിഗറിൽ ക്ലിയർ ആണ്. റൈസ് അല്ലെങ്കിൽ റൈസർ ക്ലിയർ ആണ്. ഓക്കെ, റൈസിന് R എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ട്രെഡിന് T എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ D നിങ്ങൾക്ക് അവിടെ കാണാം. അത് തിക്നെസ് ഓഫ് വെയ്റ്റ് സ്ലാബാണ്. ഓക്കെ, തിക്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ഓവറോൾ ഡെപ്ത് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ D ഈസ് ഈക്വൽ ടു തിക്നെസ് ഓഫ് വെയ്റ്റ് സ്ലാബ്, T ഈസ് ഈക്വൽ ടു ട്രെഡ് വിഡ്ത്ത്, R ഈസ് ഈക്വൽ ടു റൈസ് വിഡ്ത്ത് അല്ലെങ്കിൽ റൈസർ വിഡ്ത്ത് ആണ്. ഓക്കെ, ഡെഡ് ലോഡ്സ് ആർ ടു ബി കാൽക്കുലേറ്റഡ് പെർ യൂണിറ്റ് ഹൊറിസോണ്ടൽ ഏരിയ. ദ ഡെഡ് ലോഡ് ഓഫ് സ്റ്റെയർ കൺസിസ്റ്റ് ഓഫ്. അപ്പം ഡെഡ് ലോഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് പെർ യൂണിറ്റ് ഹൊറിസോണ്ടൽ ഏരിയ എന്നുള്ള കൺസെപ്റ്റിലാണ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ പെർ യൂണിറ്റ് ലെങ്ത്തിലേക്ക് മാറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് പെർ യൂണിറ്റ് ഹൊറിസോണ്ടൽ ഏരിയ എന്നുള്ള രീതിയിൽ നമുക്ക് ഡെഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റെയറിൻ്റെ ഡെഡ് ലോഡിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആവും? ആ സ്റ്റെപ്പിൻ്റെ വെയിറ്റ് ഇൻക്ലൂഡ് ആവും അല്ലേ, സ്റ്റെപ്പിൻ്റെ വെയിറ്റ് ഇൻക്ലൂഡ് ആവും. അതുപോലെ തന്നെ വെയിറ്റ് സ്ലാബിൻ്റെ വെയിറ്റും ഇൻക്ലൂഡ് ആവും. അപ്പോൾ ടോട്ടൽ ഡെഡ് ലോഡ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് സ്റ്റെപ്പ് പ്ലസ് വെയിറ്റ് ഓഫ് വെയിറ്റ് സ്ലാബ്. ഓക്കെ, ടോട്ടൽ ഡെഡ് ലോഡ് എന്ന് പറയുന്നത് ഡെഡ് ലോഡ് ഓഫ് സ്റ്റെപ്പ് പ്ലസ് ഡെഡ് ലോഡ് ഓഫ് വെയിറ്റ് സ്ലാബ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഡെഡ് വെയിറ്റ് ഓഫ് സ്റ്റെപ്സ്, സെക്കൻഡ് വൺ ഡെഡ് വെയിറ്റ് ഓഫ് വെയ്റ്റ് സ്ലാബ്. അതായത് ടോട്ടൽ ഡെഡ് ലോഡിൽ ഇൻക്ലൂഡ് ആവുന്ന കാര്യങ്ങൾ, അതായത് ഡെഡ് വെയിറ്റ് ഓഫ് സ്റ്റെപ്സ് ആൻഡ് ഡെഡ് വെയിറ്റ് ഓഫ് വെയ്റ്റ് സ്ലാബ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഡെഡ് വെയിറ്റ് ഓഫ് സ്റ്റെപ്സ് കണ്ടുപിടിക്കാം. ഇപ്പോൾ ടോട്ടൽ ഡെഡ് ലോഡിനെ W എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡെഡ് വെയിറ്റ് ഓഫ് സ്റ്റെപ്സ് എന്നുള്ളത് W1 എന്ന് എടുത്തു കഴിഞ്ഞാൽ, ഡെഡ് വെയിറ്റ് ഓഫ് വെയ്റ്റ് സ്ലാബ് എന്നുള്ളത് W2 എന്ന് എടുത്തു കഴിഞ്ഞാൽ, ടോട്ടൽ വെയിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഡെഡ് വെയിറ്റ് W എന്ന് പറയുന്നത് W1 പ്ലസ് W2 ആയിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഡെഡ് വെയിറ്റ് ഓഫ് സ്റ്റെപ്സ് ഫോർ 1 മീറ്റർ വിഡ്ത്ത് W1, അതായത് 1 മീറ്റർ സ്റ്റെപ്പിൻ്റെ വിഡ്ത്തിന് കറസ്പോണ്ടിങ്, സ്റ്റെപ്പിൻ്റെ വിഡ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് അല്ലെങ്കിൽ ഡെഡ് വെയിറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് W1 എന്ന് നമുക്ക് പറയാം. ഓക്കെ, അത് പെർ മീറ്ററിലാണ് നമ്മളിപ്പം കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം പെർ മീറ്ററിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനിത് ഫുൾ കിലോന്യൂട്ടൺ എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാണ്. അതിനുശേഷം പെർ മീറ്റർ, കിലോന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള രീതിയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ W1 ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സ്റ്റെപ്സ് ഇൻറ്റു 1 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് RCC. അപ്പം RCCൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 25 kN per meter cube ആണ്. 25 kN per meter cube ഇൻറ്റു ഏരിയ ഇൻറ്റു 1 മീറ്റർ വിഡ്ത്താന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഏരിയ എന്ന് പറയുന്നത് ഇപ്പം മീറ്ററിലാണെങ്കിൽ മീറ്റർ സ്ക്വയർ ആയിരിക്കും അല്ലേ. അപ്പം 1 മീറ്റർ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഏരിയ ഇൻറ്റു 1 മീറ്റർ, അതായത് മീറ്റർ സ്ക്വയർ ഇൻറ്റു മീറ്റർ ക്യൂബ് വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിലോന്യൂട്ടൺ എന്നുള്ള രീതിയിൽ ഇപ്പം കിട്ടും W1. ഓക്കെ, അപ്പോൾ W1 ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് എന്താണ്?
ഏരിയ ഓഫ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടി ട്രെഡും 6 റൈസും ഉള്ള ഒരു സ്റ്റെപ്പാണ്. ഓക്കെ, അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്ന ട്രയാങ്കുലർ ഷേപ്പാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/2 × T × R ആയിരിക്കുമല്ലോ ആ ട്രയാങ്കിൾ പോർഷൻ അല്ലെങ്കിൽ ആ സ്റ്റെപ്പിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഏരിയ ഇൻറ്റു 1 മീറ്റർ വിടുത്താണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1/2 × T × R × 1. ഓക്കെ, അപ്പോൾ അതിൻ്റെ വോളിയായി 1 മീറ്റർ വിടുത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റെപ്പിൻ്റെ വോളിയായി ഇൻറ്റു ഡെൻസിറ്റി അല്ലെങ്കിൽ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ kN/m³ എന്നുള്ള ടേമിൻ്റെ കൂടെയാണ് m³ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു 1 മീറ്റർ വിടുത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര kN വെയിറ്റ് ആണ് വരുന്നത് എന്നുള്ളത് കിട്ടുമല്ലോ. ഓക്കെ, അപ്പം W1 = റൈസ് ഇൻറ്റു ട്രെഡ് ഇൻറ്റു ഹാഫ്, അതായത് 1/2 × BH എന്ന് പറയുന്ന ഇക്വേഷൻ പ്രകാരം കിട്ടിയതാണ് RT × 1/2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ RT × 1/2 × 1 എന്ന് പറയുന്നത് 1 മീറ്റർ വിഡ്ത്തിൻ്റെ 1 ആണ് ഇൻറ്റു 25 kN/m³. 25 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് W1 = 25 RT/2 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി 1 മീറ്റർ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഒരു സ്റ്റെപ്പിൻ്റെ വെയിറ്റ് ആണ്, അതായത് ഒരു മീറ്റർ വിഡ്ത്ത് കൺസിഡർ ചെയ്തിട്ട് സ്റ്റെപ്പിൻ്റെ വിഡ്ത്ത് 1 മീറ്റർ കൺസിഡർ ചെയ്തിട്ട് ഒരു ഇൻഡിവിജ്വൽ സ്റ്റെപ്പിൻ്റെ വെയിറ്റ് ആണ് kN നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി പെർ മീറ്റർ ലെങ്ത്തിലാണെങ്കിലോ, അതായത് ആ സ്റ്റെപ്പിൻ്റെ ലെങ്ത്ത് പോകുന്നതെന്ന് പറയുന്നത് ആ ഹൊറിസോണ്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് ട്രെഡ് വൈസാണ്, ട്രെഡിനനുസരിച്ചിട്ടാണ് പോകുന്നത് അല്ലേ, ഓരോ ട്രെഡിനനുസരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ആ ട്രെഡിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ പെർ മീറ്റർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? /T ചെയ്യണം അല്ലേ, ട്രെഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നമ്മളിവിടെ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ട്രെഡിൻ്റെ ഹൊറിസോണ്ടൽ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് ആണ് kN നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ട്രെഡ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർ മീറ്റർ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെഡ് വെയിറ്റ് ആയി അത് മാറും. അപ്പോൾ വെയിറ്റ് ഓഫ് സ്റ്റെപ്സ് പെർ മീറ്റർ ലെങ്ത് ഇൻ പ്ലാൻ. ഓക്കെ, വെയിറ്റ് ഓഫ് സ്റ്റെപ്സ് പെർ മീറ്റർ ലെങ്ത് ഇൻ പ്ലാൻ. ഇപ്പോൾ ഇൻ പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മളവിടെ മേലെ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ്. അപ്പം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ട്രെഡ് മാത്രമേ നമ്മൾ കാണുള്ളൂ, സ്റ്റെപ്പിൻ്റെ പ്ലാൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഒരു ട്രെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ / ട്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർ മീറ്റർ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെഡ് വെയിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ W1 = എന്ത് വരും? 25 RT/2 എന്ന് പറയുന്നത് kN ലോഡായിരുന്നു അല്ലേ. അപ്പം പെർ മീറ്റർ ആക്കാൻ വേണ്ടി T വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പം ന്യൂമറേറ്ററിലെ Tയും ഡിനോമിനേറ്ററിലെ Tയും ക്യാൻസലായി. ദാറ്റ് ഈസ് ഈക്വൽ ടു 25 R/2 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, വേർ R ഈസ് ഇൻ മീറ്റർ. അപ്പോൾ W1 ഇക്വേഷൻ നമുക്ക് കിട്ടി, അതായത് സ്റ്റെപ്പിൻ്റെ പെർ മീറ്റർ ലെങ്ത്തിലുള്ള വെയിറ്റ് 25 R/2 എന്നുള്ളതാണ്. ഓക്കെ, ഇനി ടോട്ടൽ ആ സ്റ്റെയറിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ വെയിറ്റ് സ്ലാബിൻ്റെ വെയിറ്റും കൂടി വരണമല്ലോ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഡെഡ് വെയിറ്റ് ഓഫ് വെയിറ്റ് സ്ലാബ് എടുക്കുകയാണ് പെർ ഹൊറിസോണ്ടൽ മീറ്റർ ലെങ്ത്ത്. ഓക്കെ, അപ്പം 1 മീറ്റർ വിഡ്ത്താണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ആ 1 മീറ്റർ വിഡ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹൊറിസോണ്ടൽ മീറ്റർ ലെങ്ത്തിൽ വരുന്ന വെയിറ്റാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതായത് W2. ഓക്കെ, അപ്പം വെയിറ്റ് സ്ലാബിൻ്റെ വെയിറ്റ് എങ്ങനെയാണ് ഒരു സ്റ്റെപ്പിൻ്റെ താഴെ വരുന്ന വെയിറ്റ് സ്ലാബിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു സ്റ്റെപ്പിൻ്റെ താഴെ വരുന്ന വെയിറ്റ് സ്ലാബിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്, അതായത് ഒരു സ്റ്റെപ്പിൻ്റെ ട്രെഡും റൈസിനും കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു സ്റ്റെപ്പിൻ്റെ താഴെ വരുന്ന വെയിറ്റ് സ്ലാബിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പോൾ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ പോലെയുള്ളത് അല്ലേ, ഒരു സൈഡ് R, ഒരു സൈഡ് T, ഒരു സൈഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഹൈപ്പോട്ന്യൂസ് ആണ്. അപ്പം ആ വെയിറ്റ് സ്ലാബിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ റൈസിനും ട്രെഡിനും കറസ്പോണ്ടിങ് ആയിട്ട് അപ്പോൾ ഹൈപ്പോട്ന്യൂസ് ആണ് അല്ലേ. അപ്പോൾ ആ വെയിറ്റ് സ്ലാബിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? √R² + T² എന്നുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ ആ ലെങ്ത്ത് ഓക്കെ, അപ്പോൾ ആ ലെങ്ത്ത് നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വെയിറ്റ് സ്ലാബിൻ്റെ ഡെഡ് വെയിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം W2 = ഓക്കെ √R² + T² എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഫിഗറിൽ കണ്ട പോലെ ആ വെയിറ്റ് സ്ലാബിൻ്റെ, അതായത് ആ റൈസിനും ട്രെഡിനും കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പിൻ്റെ താഴെ വരുന്ന വെയിറ്റ് സ്ലാബിൻ്റെ ലെങ്ത്താണ് √R² + T² എന്ന് പറയുന്നത്. ഓക്കെ, ഇൻറ്റു D എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെപ്ത്ത്, അതായത് ആ ക്രോസ് സെക്ഷണൽ ഏരിയ ആയി, അതായത് ഒരു സ്റ്റെപ്പിൻ്റെ താഴെ വരുന്ന വെയിറ്റ് സ്ലാബിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആയി നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്റ്റെപ്പ് 1 മീറ്റർ വിഡ്ത്ത് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റു 1. ഓക്കെ, അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ
നമുക്ക് അതിൻ്റെ ടോട്ടൽ വോളിയം ആയി. ഓക്കെ, അതായത് ഒരു സ്റ്റെപ്പിൻ്റെ താഴെ 1 മീറ്റർ വിഡ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോട്ടൽ വോളിയം ആയി ഇൻറ്റു 25 ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഇതുപോലെ ആയി കിട്ടും. 25 ഇൻറ്റു ഡി ഇൻറ്റു √r² + t² എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി പെർ മീറ്റർ ലെങ്ത്തിൽ, അതായത് ഇപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് ആണല്ലോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഡിവൈഡ് ബൈ ട്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സ്റ്റെപ്പിൻ്റെ എടുത്തതുപോലെ തന്നെ ഡിവൈഡ് ബൈ ട്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർ മീറ്റർ ലെങ്ത്തിൽ, അതായത് പെർ മീറ്റർ ലെങ്ത് ഇൻ പ്ലാനിൽ W2 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ വെയിറ്റ് ഓഫ് വെയ്റ്റ് സ്ലാബ് പെർ മീറ്റർ ലെങ്ത് ഇൻ പ്ലാൻ W2 = 25D ഇൻറ്റു √r² + t² ഡിവൈഡ് ബൈ t. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡെഡ് ലോഡ് ഇൻ എ ഫ്ലൈറ്റ്, അപ്പോൾ W2 നമുക്ക് കിട്ടി, W1 നമുക്ക് കിട്ടി. അപ്പോൾ ടോട്ടൽ ഡെഡ് ലോഡ് ഇൻ എ ഫ്ലൈറ്റ് ഓക്കെ ഈക്വൽ ടു W1 + W2 എന്നുള്ളതാണ്. ഓക്കെ, അതായത് സ്റ്റെയറിൻ്റെ ഒരു സ്റ്റെയർ കേസിൽ വരുന്ന ടോട്ടൽ ഡെഡ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആ വെയ്റ്റ് സ്ലാബിൻ്റെയും അതുപോലെ തന്നെ ആ സ്റ്റെപ്പിൻ്റെയും വെയിറ്റ് കൂട്ടിയിട്ടുള്ള ടോട്ടൽ ഡെഡ് ലോഡ് എന്ന് പറയുന്നത് W1 + W2 ആണ്. അതായത് W2 എന്ന് പറയുന്നത് 25D ഇൻറ്റു √r² + t² ഡിവൈഡ് ബൈ t. W1 എന്ന് പറയുന്നത് 25r/2 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ സ്റ്റെയർ കേസിൻ്റെ ലോഡ്, ടോട്ടൽ ഡെഡ് ലോഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ ഡെഡ് ലോഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ ലൈവ് ലോഡിൻ്റെ കൂടെ, അതായത് ഏത് കണ്ടീഷൻ വരുന്നതാണ്, ഓവർ ക്രൗഡിങ് ആണെങ്കിൽ 5 kN/m² എടുക്കും. ഓവർ ക്രൗഡിങ് ഇല്ലാത്ത കേസാണെങ്കിൽ 3 kN/m². ഓക്കെ, അത് പെർ മീറ്റർ ലെങ്ത്തിന് വിഡ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 3 kN/m, അതുപോലെ തന്നെ 5 kN/m ഓവർ ക്രൗഡിങ് വരുന്ന കേസ്. അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് ലൈവ് ലോഡിൻ്റെ കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ ലോഡ് എടുക്കും. എന്നിട്ട് അതിനെ ഫാക്ടർ ചെയ്തിട്ട് വരുന്ന ലോഡ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി കുറച്ച് കോഡൽ പ്രൊവിഷൻസ് നമുക്ക് നോക്കാം. ക്ലോസ് 33 സ്റ്റെയർസിനെ കുറിച്ച് പറയുന്നത്. അപ്പം ക്ലോസ് 33 എടുക്കണം. 33 സ്റ്റെയർസിനെ കുറിച്ച് പറയുന്നു. അതിൽ ഫസ്റ്റ് 33.1 എഫക്റ്റീവ് സ്പാൻ ഓഫ് സ്റ്റെയർസ്. ഓക്കെ, അപ്പോൾ സ്റ്റെയർസിൻ്റെ എഫക്റ്റീവ് സ്പാൻ, സ്റ്റെയർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അതിലെടുക്കുന്ന എഫക്റ്റീവ് സ്പാൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ബീം ഡിസൈൻ ചെയ്യുമ്പോഴും സ്ലാബ് ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിച്ചിരുന്നു അല്ലേ. ആ ടോട്ടൽ ക്ലിയർ ഡിസ്റ്റൻസ് എന്ന രീതിയിലല്ലായിരുന്നു നമ്മൾ ഡിസൈൻ ചെയ്തത്. അവിടെ എഫക്റ്റീവ് ലെങ്ത് അല്ലെങ്കിൽ എഫക്റ്റീവ് സ്പാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റെയറിൻ്റെ കേസിലുള്ള എഫക്റ്റീവ് സ്പാൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. The effective span of stairs without stringer beams shall be taken as the following horizontal distances. അപ്പം സ്ട്രിഞ്ചർ ബീംസ് ഇല്ലാത്ത കേസിൽ സ്റ്റെയർസിൻ്റെ എഫക്റ്റീവ് സ്പാൻ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 3 കേസുകളുണ്ട്. അപ്പോൾ ആ 3 കേസുകളും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സ്ട്രിഞ്ചർ ബീംസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പം നമ്മൾ സ്റ്റെയർ കേസിൽ പല ടൈപ്പ് സ്റ്റെയർസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ സ്ട്രിഞ്ചർ ബീംസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്റ്റെയർ പോകുന്നതിന് അനുസരിച്ച്, അതായത് ഇപ്പം ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും പോവുക അല്ലേ, ബോട്ടത്തുനിന്ന് ടോപ്പിലേക്കാണ് പോവുക. ആ ബോട്ടത്തുനിന്ന് ടോപ്പിലേക്ക് നമ്മൾ ഫുള്ള് അതിൻ്റെ റൈറ്റ് സൈഡിൽ 2 സൈഡിലും, അതായത് ലെഫ്റ്റിലും റൈറ്റിലും വോളിനോട് ചേർന്നും അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ബീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ബീം പ്രൊവൈഡ് ചെയ്തിട്ട് ആ ബീമാണ് ഈ സ്റ്റെപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ബീമിന് പറയുന്ന പേരാണ് സ്ട്രിഞ്ചർ ബീംസ്. ഓക്കെ, അതായത് ആ സ്റ്റെപ്പിൻ്റെ ആ ഡയറക്ഷൻ അനുസരിച്ച്, അതായത് ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് പോവുകയാണെങ്കിൽ ആ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് 2 സൈഡിലും ബീംസ് പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ബീം പ്രൊവൈഡ് ചെയ്തിട്ട് കാൻഡിലിവർ പോലെ നിൽക്കുന്ന ടൈപ്പ് സ്റ്റെയർസാണ് സ്ട്രിഞ്ചർ ബീംസ് ഉള്ള സ്റ്റെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റെയർസിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബീംസിനാണ് സ്ട്രിഞ്ചർ ബീംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം പഠിക്കാൻ സ്ട്രിഞ്ചർ ബീംസിൻ്റെ കേസ് വരുന്നില്ല. അപ്പോൾ സ്ട്രിഞ്ചർ ബീംസ് ഇല്ലാത്ത കേസിൽ എങ്ങനെയാണ് എഫക്റ്റീവ് സ്പാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ, where supported at top and bottom rises by beams spanning parallel with the rises, the distance center to center of beams. അപ്പം ബീമിൽ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റെയർസ് ആണെങ്കിൽ, ഓക്കെ, ബീമിൽ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റെയർ ആണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ എഫക്റ്റീവ് സ്പാൻ വരുന്നതെന്നുള്ളത്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ ഡിസ്റ്റൻസ് സെൻറ്റർ ടു സെൻറ്റർ ഓഫ് ബീംസ്, അതായത് ബീമിൽ റെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബീം സപ്പോർട്ട് കൊടുക്കുന്ന ടൈപ്പ് സ്റ്റെയർ ആണെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് ആ ബീമിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗറിൽ ഒരു സ്റ്റെയർ കേസിൻ്റെ ജസ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് കാണാം. അതായത് ഇപ്പം ബോട്ടത്തിൽ ഒരു പർട്ടിക്കുലർ ബീമുണ്ട്, അതുപോലെ ടോപ്പിൽ ഒരു പർട്ടിക്കുലർ ബീമുണ്ട്.
ഓക്കെ, നിങ്ങൾക്ക് അവിടെ കാണാം ബീം. അപ്പോൾ ഈ സ്റ്റെയർ ഇൻക്ലൈൻഡായിട്ട് ഇവിടുന്ന് കയറി ടോപ്പിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഈ ബോട്ടത്തിൽ ഈ സ്റ്റെയറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആണ് ആ ബീം ഉള്ളത്. അതുപോലെ ടോപ്പിൽ ആ ലാൻഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് ലാൻഡിങ്ങിൻ്റെ അവിടെ ആ സ്റ്റെയറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ബീം ഉള്ളത്. അപ്പോൾ ഈ രീതിയിൽ സപ്പോർട്ട് വരുന്നത് നമ്മൾ എടുക്കുന്ന എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഹൊറിസോണ്ടലി ആ ബീമിൻ്റെ സെൻറ്ററിൽ നിന്ന് നെക്സ്റ്റ് ബീമിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എഫക്റ്റീവ് സ്പാൻ എന്ന് പറഞ്ഞ് എടുക്കുന്നത്. ഇവിടെ എൽ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് എഫക്റ്റീവ് സ്പാൻ ആണ്. അതായത് ബീമിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അതായത് ഒരു ബീം സപ്പോർട്ട് ചെയ്യുന്ന കേസ്, അതായത് സ്റ്റെയർസിനെ ബീം സപ്പോർട്ട് ചെയ്യുന്ന കേസിൽ നമ്മൾ എടുക്കുന്നത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബീംസ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, വേർ സപ്പോർട്ടഡ് അറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം റൈസസ്. ഓക്കെ, അതായത് ടോപ്പിലുള്ള റൈസും അതുപോലെ തന്നെ ഏറ്റവും ബോട്ടത്തിലുള്ള റൈസിനും കറസ്പോണ്ടിങ് ആയിട്ട് സപ്പോർട്ട് വരുന്നത്. ഓക്കെ, ബൈ ബീംസ് സ്പാനിങ് പാരലൽ വിത്ത് ദ റൈസസ്, അതായത് റൈസേഴ്സിന് പാരലായിട്ട് വരുന്ന ബീംസ്. ഓക്കെ, അപ്പോൾ റൈസേഴ്സിന് പാരലായിട്ടാണല്ലോ അവിടെ ബീം വരുന്നത്. ഓക്കെ, ദ ഡിസ്റ്റൻസ് സെൻറ്റർ ടു സെൻറ്റർ ഓഫ് ബീംസ്. അപ്പോൾ അങ്ങനെ ബീം സപ്പോർട്ട് ചെയ്യുന്ന കേസിൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മൾ നോക്കിയതും. ഓക്കെ, നെക്സ്റ്റ് കേസ് വരുന്നുണ്ട്, അത് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. were spanning on to the edge of a landing slab which spans parallel with the rises. ഓക്കെ, അപ്പം ഇവിടെ ഈ സ്റ്റെയർ സ്പാനിങ് ഓൺ ടു ദ എഡ്ജ് ഓഫ് ലാൻഡിങ് സ്ലാബ്. ഓക്കെ, അപ്പോൾ ലാൻഡിങ് സ്ലാബിൻ്റെ എഡ്ജിലേക്ക്, ഓക്കെ, ലാൻഡിങ് സ്ലാബിൻ്റെ എഡ്ജ് എന്ന് പറയുമ്പോൾ ലാൻഡിങ് സ്ലാബ് വിച്ച് സ്പാൻസ് പാരലൽ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വിച്ച് സ്പാൻസ് പാരലൽ വിത്ത് റൈസേഴ്സ് എങ്ങനെയാണുള്ളത്? ആ സ്റ്റെപ്പിൻ്റെ ആ വിഡ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് റൈസ് ഉള്ളത്. ആ ഡയറക്ഷനിൽ സ്പാൻ ചെയ്യുന്ന സ്ലാബ് എന്ന് പറയുമ്പോൾ എവിടെയാണ് വരുന്നത് അതിൻ്റെ സപ്പോർട്ട്സ്? ഓക്കെ, സ്പാൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ സപ്പോർട്ട് രണ്ട് എഡ്ജിലായിരിക്കും അല്ലേ, അതായത് രണ്ട് സൈഡിലായിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, രണ്ട് സൈഡിലായിട്ടുള്ള സപ്പോർട്ട് ഉണ്ട്, അതിൻ്റെ മേലെയാണ് സ്ലാബ് വരുന്നത്. ആ സ്ലാബ് സ്പാൻ ചെയ്യുന്നത് ഈ റൈസേഴ്സിന് പാരലായിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫിഗർ ഞാൻ കാണിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എങ്ങനെയാണ് എഫക്റ്റീവ് സ്പാൻ അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് വരുന്നതെന്നുള്ളതാണ്. എ ഡിസ്റ്റൻസ് ഈക്വൽ ടു ദ ഗോയിങ് ഓഫ് ദ സ്റ്റെയർസ്. ഓക്കെ, ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റൈസർ മുതൽ ലാസ്റ്റ് റൈസർ വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ഗോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് ഗോയിങ് പ്ലസ്, ഓക്കെ, അറ്റ് ഈച്ച് എൻഡ് ഐദർ ഹാഫ് ദ വിഡ്ത്ത് ഓഫ് ദ ലാൻഡിങ് ഓർ 1 മീറ്റർ. അതായത് രണ്ട് എൻഡിലും, അതായത് ഇപ്പം ലാൻഡിങ് വരുന്നതും അല്ലെങ്കിൽ ടോപ്പിലും ബോട്ടത്തിലും, ഓക്കെ, ടോപ്പിലും ബോട്ടത്തിലും വരുന്ന ആ സപ്പോർട്ടിൻ്റെ ഹാഫ് അല്ലെങ്കിൽ 1 മീറ്റർ ഏതാണോ ചെറുത് അതാണ് എഫക്റ്റീവ് സ്പാൻ ആയിട്ട് വരുന്നതെന്നുള്ളതാണ് പറയുന്നത്. നമുക്കൊന്നും കൂടി ഫിഗർ വെച്ചിട്ട് ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, ഇത് കോഡിൽ കൊടുത്തിരിക്കുന്ന ഫിഗർ തന്നെയാണ്. ഫിഗർ 17, എഫക്റ്റീവ് സ്പാൻ ഫോർ സ്റ്റെയർസ് സപ്പോർട്ടഡ് അറ്റ് ഈച്ച് എൻഡ് ബൈ ലാൻഡിങ് സ്പാനിങ് പാരലൽ വിത്ത് ദ റൈസേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ലാൻഡിങ് അല്ലെങ്കിൽ ലാൻഡിങ് സ്ലാബ് എന്ന് പറയുന്നത് റൈസേഴ്സിന് പാരലായിട്ടാണ് സ്പാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ആ XX എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള പോർഷൻ കണ്ടോ? ആ XX എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ആ സൈഡിലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുമാണ് സപ്പോർട്ട് വരുന്നത്. അതേപോലെ YY എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സൈഡിലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുമാണ് സപ്പോർട്ട് വരുന്നത്. ഓക്കെ, ആ സ്ലാബ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പം സ്ലാബ് സ്പാൻ ചെയ്യുന്നത് ആ XX എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു എൻഡിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, രണ്ടാമത് താഴെയുള്ള സൈഡിൽ YY എന്ന് എഴുതിയിരിക്കുന്ന ആ എൻഡിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് സപ്പോർട്ട്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ എങ്ങനെയാണ് എഫക്റ്റീവ് സ്പാൻ വരുന്നതെന്നുള്ളതാണ്. അതായത് ടോട്ടൽ ഗോയിങ് പ്ലസ് എക്സ് പ്ലസ് വൈ എന്നുള്ള രീതിയിലാണ് നോർമലി വരുന്നത്. ഓക്കെ, അതായത് G+X+Y എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ടേബിൾ കാണാം. അപ്പോൾ ടേബിളിൽ XY എന്നുള്ള മാർക്ക് ചെയ്തിട്ടുള്ള കാണാം. X എന്ന് പറയുന്നത് അവിടെ ആ ടോപ്പിലുള്ള ലാൻഡിങ്, ഓക്കെ, ടോപ്പിലുള്ള ലാൻഡിങ്ങിൻ്റെ ഹാഫ് ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ആ ലാൻഡിങ് സ്ലാബിൻ്റെ അല്ലെങ്കിൽ ആ സപ്പോർട്ട്, ലാൻഡിങ് സ്ലാബിൻ്റെ സപ്പോർട്ട് വരുന്നതിൻ്റെ ഹാഫാണ് X എന്ന് പറയുന്നത്. അതേപോലെ ബോട്ടത്തിൽ വരുന്ന ആ സ്ലാബിൻ്റെ, ലാൻഡിങ് സ്ലാബിൻ്റെ സപ്പോർട്ടിൻ്റെ ഹാഫാണ് Y എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതായത് ആ ലാൻഡിങ് സ്ലാബിൻ്റെ വിഡ്ത്തിൻ്റെ ഹാഫാണ് X, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലെ ലാൻഡിങ് സ്ലാബിൻ്റെ വിഡ്ത്തിൻ്റെ ഹാഫാണ് Y എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അവിടെ സപ്പോർട്ടിൻ്റെ
ഹാഫാണ് ടോട്ടൽ സപ്പോർട്ടിൻ്റെ എക്സ് വരുന്ന സ്ഥലത്തുള്ള ടോട്ടൽ സപ്പോർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ആണ്, ഇപ്പുറത്തെ സൈഡിൽ വൈ ആണ്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ടിൻ്റെ ഹാഫ് അല്ലെങ്കിൽ ആ സ്ലാബിൻ്റെ വിഡ്ത്തിൻ്റെ ഹാഫ് എന്നുള്ളതാണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സപ്പോർട്ടിൻ്റെ ഹാഫ് അല്ലെങ്കിൽ ആ സ്ലാബിൻ്റെ വിഡ്ത്തിൻ്റെ ഹാഫ് എന്ന് പറയുന്നതാണ് എക്സ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആ സ്ലാബ് സ്റ്റെപ്പ് കയറി വന്നിട്ടുള്ള ആ ഒരു സ്ലാബ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ ലാൻഡിങ്ങിൻ്റെ 2 എഡ്ജിലായിട്ടാണ്. ഓക്കെ, ആ 2 എഡ്ജിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ലാൻഡിങ് സ്ലാബിലേക്കാണ് ഈ സ്റ്റെയർ വന്ന് കയറുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെയറിൻ്റെ ലോഡ് വന്ന് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത് ഈ ലാൻഡിങ് സ്ലാബിൻ്റെ 2 സപ്പോർട്ടിലേക്കാണ്, അപ്പുറത്തും ഇപ്പുറത്തേക്കാണ് വന്ന് ലോഡ് വന്ന് കയറുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന കേസിൽ ഇപ്പം ടോട്ടൽ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് G+X+Y എന്നുള്ള കേസാണ്. അപ്പോൾ എക്സും വൈയും ലെസ് ദാൻ 1 മീറ്റർ ആണെങ്കിൽ, ഓക്കെ, എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ലെസ് ദാൻ 1 മീറ്റർ ആണെങ്കിൽ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് G+X+Y എന്നുള്ളതാണ്. ഇപ്പം എക്സ് ലെസ് ദാൻ 1ഉം അതുപോലെ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വന്നു കഴിഞ്ഞാൽ G+X+1 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏതാണോ അതിൽ വലുത്, 1 ആണോ അതോ എക്സോ അല്ലെങ്കിൽ വൈ ആണോ, എക്സോ വൈയോ അല്ലെങ്കിൽ 1ഓ. ഇപ്പോൾ എക്സും വൈയോ എടുക്കുന്ന കേസിൽ ഇപ്പോൾ എക്സ് 1നേക്കാളും കൂടുതലാണെങ്കിൽ ആ എക്സിൻ്റെ സ്ഥാനത്ത് 1 ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ വൈ 1നേക്കാളും കൂടുതലാണെങ്കിൽ വൈൻ്റെ സ്ഥാനത്ത് 1 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് G+X+Y എന്നുള്ളതാണ്. അത് നോർമൽ കേസ്, എക്സ് ലെസ് ദാൻ 1ഉം വൈ ലെസ് ദാൻ 1ഉം വരുന്ന കേസിൽ. ഇപ്പം എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ അത് എക്സ് എന്ന് തന്നെ കൊടുക്കാം. വൈ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അവിടെ 1 എന്ന് പറഞ്ഞ് കൊടുക്കണം. 1നേക്കാളും കൂടുതൽ വന്നു കഴിഞ്ഞാൽ 1 ആണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ കേസിൽ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് G+X+1 എന്നുള്ളതാണ്. മൂന്നാമത്തെ കേസിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്, എന്നാൽ വൈ ലെസ് ദാൻ 1 ആണ്. അപ്പോൾ വൈ ലെസ് ദാൻ 1 ആയതുകൊണ്ട് അവിടെ വൈ എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കണം. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് എക്സിൻ്റെ സ്ഥാനത്ത് 1 എന്ന് പറഞ്ഞാൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ G+Y+1 ആണ്. ജി എന്ന് പറയുന്നത് ഗോയിങ് +Y+1 ആണ് ഈ കേസിൽ എഫക്റ്റീവ് സ്പാൻ വരുന്നത്. ഇനി ലാസ്റ്റ് കേസ് എക്സും വൈയും ഗ്രേറ്റർ ദാൻ 1 വരുന്ന കേസിൽ ഇപ്പം അവിടെ വലുത് 1 അല്ലേ വന്നത്, സോറി 1നേക്കാളും ഗ്രേറ്റർ എക്സും വൈ അല്ലേ വന്നത്. അപ്പോൾ അവിടെ നമ്മൾ 1 ആണ് യൂസ് ചെയ്യേണ്ടത്. 1നേക്കാളും കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ ആ സ്പാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് G+1+1 എന്നുള്ളതാണ്. ഓക്കെ, അതായത് 1നേക്കാളും കൂടുതൽ എക്സോ വൈയോ വന്നിട്ടുണ്ടെങ്കിൽ ആ വിഡ്ത്ത് 1 മീറ്ററിനേക്കാൾ വിഡ്ത്തിൻ്റെ ഹാഫ് 1 മീറ്ററിനേക്കാളും കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ 1 എന്നുള്ളതേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ആ എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കുന്നതിൽ. ഓക്കെ, മനസ്സിലായോ? ഇപ്പം ലെസ് ദാൻ 1 വന്നിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെയും വൈൻ്റെയും സ്ഥാനത്ത് നമുക്ക് എക്സും വൈ തന്നെ കൊടുക്കാം, അതായത് G+X+Y എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കാം. എന്നാൽ ഗ്രേറ്റർ ദാൻ 1 വന്നു കഴിഞ്ഞാൽ G+1+1 കൊടുക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഒന്നാണ് 1നേക്കാളും ഗ്രേറ്റർ വന്നിട്ടുണ്ടെങ്കിൽ ഏതാണോ ഗ്രേറ്റർ ദാൻ 1 വന്നത് അതിന് പകരം 1 എന്ന് കൊടുത്തിട്ട് വേണം നമ്മൾ എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം, നെക്സ്റ്റ് കേസിലേക്ക് പോവാം. കേസ് സി, മൂന്നാമത്തെ കേസ്, വേർ ദ ലാൻഡിംഗ് സ്ലാബ് സ്പാൻസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ സ്റ്റേഴ്സ്. അതായത് ലാൻഡിംഗ് സ്ലാബ് സ്പാൻസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ സ്റ്റേഴ്സ്. അതായത് സ്റ്റേഴ്സിൻ്റെ സ്പാൻ എങ്ങനെയാണോ, അതായത് ബോട്ടത്തിൽ നിന്ന് ഇൻക്ലൈൻഡ് ആയിട്ട് വന്നിട്ട് വരുന്നുണ്ടല്ലോ, അതേ ഡയറക്ഷനിൽ തന്നെയാണ് ആ ലാൻഡിംഗ് സ്ലാബ് സ്പാൻ ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, മുന്നേ നോക്കിയ കേസിൽ റൈസേഴ്സിന് പാരലായിട്ടാണ് ആ ലാൻഡിംഗ് സ്ലാബ് സ്പാൻ ചെയ്യുന്നത്. അപ്പോൾ 2 എൻഡിലുള്ള എഡ്ജിലായിട്ടാണ് സപ്പോർട്ട് വരുന്നത്. ഇവിടെ ലാൻഡിംഗ് സ്ലാബ് സ്പാൻസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ സ്റ്റേഴ്സ്. അതായത് സ്റ്റേഴ്സിൻ്റെ ആ സ്റ്റെയർ കേസിൻ്റെ അതേ ഡയറക്ഷൻ, ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുന്ന അതേ ഡയറക്ഷനിൽ തന്നെ, അതായത് ആ സ്റ്റേഴ്സ് വന്നിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് ആ സ്ലാബായിട്ട് തന്നെ പോയിട്ട് ആ ഔട്ടർ എഡ്ജിലാണ് സപ്പോർട്ട് വരുന്നത്. അങ്ങനെയുള്ള കേസാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, they shall be considered as acting together to form a single slab. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ ആ സ്റ്റെയറും ആ സ്ലാബും കൂട്ടി ഒന്നിച്ച് ഒറ്റ ഒരു സ്ട്രക്ചറായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ദേ ഷാൽ ബി കൺസിഡേർഡ് ആസ് ആക്ടിങ് ടുഗദർ ടു ഫോം എ സിംഗിൾ സ്ലാബ് ആൻഡ് ദ സ്പാൻ ഡിറ്റർമിൻഡ് ആസ് ദ ഡിസ്റ്റൻസ് സെൻറ്റർ ടു സെൻറ്റർ ഓഫ് ദ സപ്പോർട്ടിംഗ് ബീംസ് ഓഫ് വാൾസ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് ദ ബീംസ് അല്ലെങ്കിൽ ആ വാൾ എന്നുള്ളതാണ്. ഓക്കെ, അതായത് ആ സ്റ്റെയറിനെ സപ്പോർട്ട് ചെയ്യുന്നത് വാളാണെങ്കിൽ വാളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, ഇപ്പം ബീമാണെങ്കിൽ ബീമിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്നുള്ളതാണ്. ദ ഗോയിങ്
ബീയിങ് മെഷേർഡ് ഹൊറിസോണ്ടലി. ഗോയിങ് ഹൊറിസോണ്ടലിയാണ് മെഷർ ചെയ്യുക, ഇൻക്ലൈൻഡ് ആയിട്ടല്ല മെഷർ ചെയ്യുക, ഹൊറിസോണ്ടലിയാണ് മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം ഈ സ്റ്റെയർ ഇങ്ങനെയാണ്. ഓക്കെ, ഇപ്പം ഒരെൻഡിൽ കണ്ടോ അവിടെ വോൾ അല്ലെങ്കിൽ അവിടെ ഇപ്പം ബീമോ വെച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ വോളാണ് ഇപ്പം ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരെൻഡിൽ ഇപ്പം റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം അവിടുന്ന് കയറിയിട്ട് ടോപ്പിലേക്ക് പോവാണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലേക്ക് പോവാണ്. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള സപ്പോർട്ടിൽ വോള്, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള സപ്പോർട്ടിലും വോളാണുള്ളത്. അപ്പം ഇവിടെ ഈ ലാൻഡിങ്ങിൻ്റെ എഡ്ജിൽ സപ്പോർട്ട് വരുന്നില്ല, അതായത് സൈഡ്സിൽ സപ്പോർട്ട് വരുന്നില്ല, ഔട്ടർ എഡ്ജിലാണ് സപ്പോർട്ട് വരുന്നത്. ഓക്കെ, അതായത് സ്റ്റെയറും അതുപോലെ തന്നെ ഈ ലാൻഡിങ്ങും ഒറ്റ ഒരു കമ്പോണൻ്റായിട്ട്, ഓക്കെ, അല്ലെങ്കിൽ ഒറ്റ ഒരു സ്ലാബായിട്ട് ആക്ട് ചെയ്യുന്ന കേസ്. ഇതിൻ്റെ രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ട് രണ്ടിൻ്റെ എൻഡിൽ സപ്പോർട്ട് വരുന്ന കേസാണ് ഈ മൂന്നാമത്തെ കേസ്. അങ്ങനെ വരുമ്പം ഇപ്പോൾ ഈ വോളിൻ്റെ തിക്നെസ് ഇപ്പോൾ ഡി ആണെങ്കിൽ, സ്മോൾ ലെറ്റർ ഡി ആണെങ്കിൽ, അല്ലെങ്കിൽ ടി ആണെങ്കിൽ T/2, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് T/2, ഓക്കെ, രണ്ടിൻ്റെയും ഹാഫ് ആഡ് ചെയ്തിട്ടായിരിക്കും, അതായത് ക്ലിയർ സ്പാനിൻ്റെ കൂടെ ആ തിക്നെസ്സിൻ്റെ ഹാഫ് ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ കാണാം L എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത് ആ സപ്പോർട്ടിൻ്റെ, അതായത് ആ വോളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എഫക്റ്റീവ് സ്പാൻ എടുക്കുന്നതെന്നുള്ള ക്ലിയർ ആയല്ലോ 3 കേസിലും. ഇപ്പം ബീമിൽ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ, ഓക്കെ, അതായത് ഇപ്പം ലാൻഡിങ് സ്ലാബിന് മുന്നായിട്ട് തന്നെ ആ റൈസേഴ്സിനോട് ചേർന്നിട്ട് തന്നെ ബീം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, രണ്ട് എൻഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് ബീമിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്, അതായത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. രണ്ടാമത്തെ കേസ് ഇപ്പം ലാൻഡിങ് സ്ലാബ്, ഓക്കെ, ലാൻഡിങ് സ്ലാബ് സ്പാൻ ചെയ്യുന്നത് റൈസേഴ്സിന് പാരലായിട്ടാണെങ്കിൽ, ഓക്കെ, അപ്പോൾ അതിൻ്റെ എഡ്ജിലായിരിക്കും സപ്പോർട്ട് വരിക, ആ ലാൻഡിങ് സ്ലാബിൻ്റെ 2 എഡ്ജിലായിരിക്കും സപ്പോർട്ട് വരിക. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് ഗോയിങ് പ്ലസ് എക്സ് പ്ലസ് വൈ എന്നുള്ളതാണ്. എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ടോപ്പിൽ വരുന്ന ലാൻഡിങ് സ്ലാബിൻ്റെ വിഡ്ത്തിൻ്റെ ഹാഫ് ആണെങ്കിൽ, വൈ എന്ന് പറയുന്ന ബോട്ടത്തിൽ വരുന്ന ലാൻഡിങ് സ്ലാബിൻ്റെ വിഡ്ത്തിൻ്റെ ഹാഫ് ആണെങ്കിൽ G + X + Y എന്നുള്ളതാണ് എഫക്റ്റീവ് സ്പാൻ വരിക. ഇപ്പോൾ എക്സും വൈയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വന്നു കഴിഞ്ഞാൽ അപ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും സ്ഥാനത്ത് നമ്മൾ 1 ആണ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് ഗ്രേറ്റർ ദാൻ 1 വന്നാൽ, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വന്നാൽ അവിടെ 1 തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കറക്റ്റായിട്ട്. ഇപ്പം ഗ്രേറ്റർ വന്നു കഴിഞ്ഞാൽ, 1നേക്കാളും ഗ്രേറ്റർ വന്നു കഴിഞ്ഞാൽ ആ ഗ്രേറ്ററായിട്ട് വന്നിട്ടുള്ള വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുള്ളൂ. ഓക്കെ, മൂന്നാമത്തെ കേസിൽ ഇപ്പം സ്റ്റെയറും അതുപോലെ തന്നെ ആ ലാൻഡിങ്ങും ഒരൊറ്റ സ്ലാബായിട്ട് ആക്ട് ചെയ്യുന്ന കേസാണെങ്കിൽ, ഓക്കെ, അപ്പം ആ വോളോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബീമിൻ്റെയോ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് എഫക്റ്റീവ് സ്പാൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കോഡൽ പ്രൊവിഷനിലേക്ക് പോവാം. 33.2 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോഡിംഗ് ഓൺ സ്റ്റെയർസ്. ഓക്കെ, ലോഡിങ്ങിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. In the case of stairs with open wells where spans partly crossing at right angles occur, the load on areas common to any 2 such spans may be taken as 1/2 in the direction as shown in figure 18. ഓക്കെ, അപ്പം ഓപ്പൺ വെൽ സ്റ്റെയർ കേസിൻ്റെ കേസിൽ റൈറ്റ് ആംഗിളിൽ ക്രോസ് ചെയ്യുമ്പം കോമൺ ആയിട്ട് വരുന്ന പോർഷനിൽ അവിടെ വരുന്ന വെയ്റ്റിൻ്റെ ഹാഫ് രണ്ടിലും കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ നോക്കിയാൽ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു ഓപ്പൺ വെൽ സ്റ്റെയർ കേസാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അതായത് ഓപ്പൺ വെൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നടുക്ക് വലിയൊരു ഓപ്പണിംഗ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ കാണാം, അതിൻ്റെ ലോഡിംഗ് ഡയഗ്രാം വരച്ചിട്ടുള്ളതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഫിഗർ നോക്കിക്കോളൂ. ലെഫ്റ്റ് സൈഡിലുള്ള ഫിഗർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ലാൻഡിങ്ങിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, ലാൻഡിങ്ങിൻ്റെ പോർഷനിൽ വരുന്ന ടോട്ടൽ ലോഡ് W ആണെങ്കിൽ, ഓക്കെ, ലാൻഡിങ്ങിൻ്റെ പോർഷനിൽ ടോട്ടൽ അവിടെ വരേണ്ടിയ വെയിറ്റ് W എന്നുള്ളതാണ് അവിടെ മാർക്ക് ചെയ്തിട്ടുള്ള കാണാം നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ. എന്നാൽ അവിടെ എഴുതിയ സമയത്ത് എന്ത് എഴുതിയിട്ടുള്ളൂ? W/2 എന്നേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്ന കോമൺ ആയിട്ടുള്ള ഏരിയ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ താഴെ വരുന്ന ഡൗൺ എന്ന് പറഞ്ഞ് ആരോ ഇട്ടിരിക്കുന്ന ആ ഒരു പോർഷൻ കണ്ടില്ലേ, ഡൗൺ ആരോ ഇട്ടുള്ള പോർഷനും അതുപോലെ തന്നെ ആ വെർട്ടിക്കലായിട്ട് സ്പാൻ ചെയ്യുന്ന, ഓക്കെ, അതായത് ഇപ്പോൾ ടോപ്പ് ടു ബോട്ടം, ഈ ഫിഗറിൽ ടോപ്പ് ടു ബോട്ടം ഉള്ള ആ ഒരു സ്പാനും കണ്ടില്ലേ. അപ്പോൾ ഈ 2 പോർഷനിലും കോമൺ ആയിട്ട് വരുന്നതാണ് ഈ താഴെ വരുന്ന ലാൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ടോപ്പിലുള്ള അപ്പ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷനും അതുപോലെ തന്നെ ടോപ്പ് ടു ബോട്ടം വരുന്ന ആ ഒരു പോർഷനിലും ആ ലാൻഡിങ് കോമൺ ആണ്. അപ്പോൾ ടോട്ടൽ ആ ലാൻഡിങ് ഇൻഡിവിജ്വലി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ വരുന്ന വെയിറ്റ് W ആണെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? 2 പോർഷനിലും
ആ ടോട്ടൽ ഡബ്ല്യൂവിൻ്റെ ഹാഫ് എന്നുള്ള രീതിയിൽ എടുക്കും. അതായത് ഒരു സ്പാൻ എന്ന് പറയുന്നത് അപ്പ് എന്ന് എഴുതിയ ആ ഒരു പോർഷനിൽ ലെഫ്റ്റ് മുതൽ റൈറ്റ് വരെയുള്ള ഫുള്ളായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. എന്നാൽ ലോഡിംഗ് ഡയഗ്രാം എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ സ്റ്റെപ്പ് വരുന്ന ആ ഒരു പോർഷൻ വരെ ഡബ്ല്യു എന്ന് കൺസിഡർ ചെയ്യും. അതിനുശേഷം ലാൻഡിങ്ങിൻ്റെ ടോട്ടൽ വെയിറ്റ് എത്രയാണോ വരുന്നത് അതിൻ്റെ ഹാഫേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, ഹാഫ് കൺസിഡർ ചെയ്തിട്ട് ഇനി അടുത്ത പോർഷൻ, അതായത് ടോപ്പ് ടു ബോട്ടം ഉള്ള ആ പോർഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ശരിക്കും ആ ടോപ്പിൽ വരുന്ന ലാൻഡിങ്ങിൻ്റെ വെയിറ്റ് ഡബ്ല്യു ആണ്, എന്നാൽ അവിടെയും W2 നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പം ഒരേ പോർഷൻ തന്നെ രണ്ട് സ്ഥലത്തും വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ലോഡ് ഡബ്ല്യു ആണെങ്കിൽ ഒരു പോർഷൻ കൺസിഡർ ചെയ്തപ്പോൾ W/2 നമ്മൾ കൺസിഡർ ചെയ്തു, രണ്ടാമത്തെ പോർഷൻ കൺസിഡർ ചെയ്തപ്പോൾ W/2 നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ രണ്ട് പോർഷനിലും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിലും ഹാഫ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ആ ടോട്ടൽ ലോഡ് കറക്റ്റായിട്ട് തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കോമൺ ഏരിയാസ് വരുന്നതിൻ്റെ ടോട്ടൽ ലോഡിൻ്റെ ഹാഫാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ പോർഷനിലും നമ്മൾ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കോഡിൽ. അതുപോലെ താഴെ നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെയാണ് അല്ലേ. അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ലോഡിംഗ് ഡയഗ്രാം W എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്, എന്നാൽ റൈറ്റ് സൈഡിലുള്ള ലാൻഡിങ്ങിൻ്റെ പോർഷൻ വന്നപ്പോൾ W/2 എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അതേപോലെ ആ ടോപ്പ് ടു ബോട്ടം ഉള്ളതിൻ്റെ ആ ലോഡിംഗ് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും ആ കോമൺ ആയിട്ട് വരുന്ന പോർഷനിൽ W/2 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ കോഡ് പറയുന്നതെന്നുള്ള ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദ ലോഡ് ഓൺ ഏരിയാസ് കോമൺ ടു 2 സിസ്റ്റംസ് ടു ബി ടേക്കൺ ആസ് 1/2 ഇൻ ഈച്ച് ഡയറക്ഷൻ. അതായത് കോമൺ വരുന്ന സ്ഥലത്തുള്ള വെയിറ്റ് എന്ന് പറയുന്നത്, ഓക്കെ, ലോഡ് എന്ന് പറയുന്നത് ടു ബി ടേക്കൺ ആസ് 1/2 ഇൻ ഈച്ച് ഡയറക്ഷൻ. ഓരോ ഡയറക്ഷനിലും ഹാഫ് എന്നുള്ള രീതിയിൽ വേണം കൺസിഡർ ചെയ്യാൻ വേണ്ടി ടോട്ടൽ വെയിറ്റിൻ്റെ. ഓക്കെ, ആ കോമൺ വരുന്ന പോർഷനിൽ. ഓക്കെ, ക്ലിയർ ആയാലോ? ഓക്കെ, നെക്സ്റ്റ്, where flights or landings are embedded into walls for a length of not less than 110 mm and are designed to span in the direction of the flight. അതായത് ഇപ്പം ഫ്ലൈറ്റോ അല്ലെങ്കിൽ ആ ലാൻഡിങ്ങോ ഓക്കെ വാളിൻ്റെ അകത്തേക്ക്, അതായത് ഇപ്പം സൈഡിൽ വരുന്ന, അതായത് ആ സ്റ്റെയർ കേസിന് അലോങ് ആയിട്ട് അതിൻ്റെ സൈഡിൽ ചിലപ്പോൾ വാൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വാളിൻ്റെ അകത്തേക്ക് ഈ സ്റ്റെയർ അല്ലെങ്കിൽ ഈ ലാൻഡിങ് അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റ് എംബഡഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അകത്തേക്ക് നമ്മൾ സപ്പോർട്ട് വരുന്ന രീതിയിൽ അകത്തേക്ക് കയറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ആൻഡ് ആർ ഡിസൈൻ ടു സ്പാൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലൈറ്റ്. അതായത് ഫ്ലൈറ്റിൻ്റെ അതേ ഡയറക്ഷനിൽ ഓക്കെ തന്നെ ഡിസൈനും ചെയ്യുകയാണെങ്കിൽ, അവിടെ ഒരു സ്പെഷ്യൽ കേസാണ്. അങ്ങനെ വരികയാണെങ്കിൽ എ 150 mm സ്ട്രിപ്പ് മേ ബി ഡിഡക്റ്റഡ് ഫ്രം ദ ലോഡഡ് ഏരിയ. അങ്ങനെ വരികയാണെങ്കിൽ ഒരു 150 ആ ലോഡഡ് ഏരിയ, അതായത് ആ വോളിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു പോർഷന് 150 mm ലോഡ് വരുന്നില്ല എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ലോഡഡ് ഏരിയ ആൻഡ് ദ എഫക്റ്റീവ് ബ്രെഡ്ത്ത് ഓഫ് ദ സെക്ഷൻ ഇൻക്രീസ്ഡ് ബൈ 75 mm ഫോർ പേർപ്പസസ് ഓഫ് ഡിസൈൻ. അതുപോലെ തന്നെ അതിൻ്റെ ബ്രെഡ്ത്ത് എന്നുള്ളത്, ആ സ്റ്റെപ്പിൻ്റെ ബ്രെഡ്ത്ത്, എഫക്റ്റീവ് ബ്രെഡ്ത്ത് എന്നുള്ളത് ഒരു 75 mm ആ വോളിൻ്റെ അവിടെ നിന്ന് അകത്തേക്ക് കയറ്റിയെടുക്കുക എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡിസൈൻ ചെയ്യുമ്പോൾ. ഓക്കെ, അത് റെയർ കേസാണ്. അപ്പോൾ നമുക്ക് ആ ഫിഗർ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ അകത്തേക്ക് കയറ്റിയിരിക്കുന്ന ഡിസ്റ്റൻസ് 150 mm 110 mm വരുന്നുണ്ട് അല്ലേ. 110 mm കുറയാതെ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ അവിടെ ലോഡിങ് എടുത്തുണ്ട്. ആ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പിൽ വന്ന ലോഡിങ് എന്ന് പറയുന്നത് 150 mm. ഓക്കെ, അതായത് ആ വോളിൻ്റെ സൈഡിൽ നിന്ന് 150 mm മാറ്റിയിട്ടാണ് ആ ലോഡിങ് കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ സ്റ്റെപ്പിൻ്റെ എഫക്റ്റീവ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ആ വോളിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ല, അതിൻ്റെ കൂടെ ഒരു 75 mm കൂടിയും ചേർത്തിട്ടുള്ള ബ്രെഡ്ത്താണ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലോഡിങ് ഇങ്ങനെ വരുന്ന കേസിൽ, നോർമലി ഡിസൈൻ ചെയ്യുന്ന പോലെ വരുന്ന കേസിൽ തന്നെ ഇപ്പം വോളിൻ്റെ അകത്തേക്ക്, ലെഫ്റ്റിലോ അല്ലെങ്കിൽ റൈറ്റിലോ വരുന്ന വോളിൻ്റെ അകത്തേക്ക് ഈ സ്റ്റെപ്സ് കയറി നിൽക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിൻ്റെ എഫക്റ്റും കൂടി വരുന്നുണ്ടെങ്കിൽ ഇപ്പം 110 mm കുറയാതെ, ഓക്കെ, 110 mm കുറയാതെ അകത്തേക്ക് കയറി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലോഡിങ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈഡിൽ നിന്ന് 150 mm മാറിയിട്ടേ ലോഡിങ് കൺസിഡർ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ എഫക്റ്റീവ് ബ്രെഡ്ത്ത് എന്നുള്ളത് ആ വോളിൻ്റെ അവിടെ നിന്ന് 75 mm കൂടി ചേർത്തിട്ടാണ് എഫക്റ്റീവ് ബ്രെഡ്ത്ത് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് കോഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇന്നതാണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, 33.3 depth of section. The depth of section shall be taken as the minimum thickness perpendicular to the soffit of the staircase. അപ്പോൾ soffit of the staircase എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ആ വെയിറ്റ് സ്ലാബിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ വരുന്ന പോർഷൻ അല്ലെങ്കിൽ സ്റ്റെയർ കേസിൻ്റെ ഏറ്റവും ബോട്ടം പോർഷനാണ് സോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സോഫിറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന, ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന തിക്നെസ് ആണ്, ഓക്കെ, ഡെപ്ത് ഓഫ് ദ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഡെപ്താണ് വേണ്ടതെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിന്, ഓക്കെ, അതായത് ആ വെയിറ്റ് സ്ലാബിന്
പെർപെൻഡിക്കുലർ ആയിട്ട് എത്ര ഡിസ്റ്റൻസ് വരുന്നുണ്ട് ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് നിന്ന്, അതാണ് ഡെപ്ത് ഓഫ് ദ സെക്ഷൻ ആയിട്ട് നമ്മൾ സ്റ്റെയറിൻ്റെ കേസിൽ എടുക്കുക. ഓക്കെ, ദ ഡെപ്ത് ഓഫ് ദ സെക്ഷൻ ഷാൽ ബി ടേക്കൺ ആസ് ദ മിനിമം തിക്നെസ് പെർപെൻഡിക്കുലർ ടു ദ സോഫിറ്റ് ഓഫ് ദ സ്റ്റെയർ കേസ്. ജസ്റ്റ് ഒന്ന് മനസ്സിൽ കണ്ടാൽ മതി. അതായത് സോഫിറ്റ്, അതായത് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും ആ സ്റ്റെയർ വരുന്നുണ്ടാവുക. അപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ സോഫിറ്റിൻ്റെ അവിടുന്ന് പെർപെൻഡിക്കുലർ ആയിട്ട്, ആ ഇൻക്ലൈൻഡ് പോർഷൻ്റെ അവിടുന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ആ സ്റ്റെയറിൻ്റെ ഏറ്റവും ടോപ്പ് പോയിന്റിലേക്ക് എത്രയാണോ ഡിസ്റ്റൻസ് വരുന്നത് അല്ലെങ്കിൽ ആ തിക്നെസ് വരുന്നത്, അതാണ് ഡെപ്ത് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ, ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു നോട്ട്: for designing the stairs, the thickness or overall depth of the weight slab may be assumed as 1/20 to 1/25 of span for trial section calculations. അപ്പോൾ നമ്മൾ സ്റ്റെയർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഓവറോൾ ഡെപ്ത് ഓഫ് വെയ്റ്റ് സ്ലാബ്, ഓക്കെ, ഓവറോൾ ഡെപ്ത് ഓഫ് വെയ്റ്റ് സ്ലാബ് എങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത് നോക്കാം. The thickness or overall depth of weight slab may be assumed as 1/20 to 1/25 of span for trial section calculation. ഓക്കെ, അപ്പോൾ ഇത് ട്രയലാണ്, അതായത് ഏകദേശം വെച്ച് നമ്മൾ എടുക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഉറപ്പിക്കില്ല. ഈ ഒരു രീതി വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. എഫക്റ്റീവ് ഡെപ്തിൻ്റെ കേസ് നമ്മൾ ചെക്ക് ചെയ്യും, സ്ലാബിലും ബീമിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/20 to 1/25 ആ സ്പാനിൻ്റെ, അതായത് എഫക്റ്റീവ് സ്പാൻ ആവണമെന്നില്ല, ജസ്റ്റ് ട്രയൽ ആയതുകൊണ്ട് നമുക്കതിൻ്റെ ക്ലിയർ സ്പാൻ എന്നുള്ള രീതിയിലും എടുക്കാം. ഓക്കെ, അപ്പോൾ 1/20 to 1/20 ഓഫ് സ്പാൻ ആണ് നമ്മൾ തിക്നെസ് അല്ലെങ്കിൽ ഓവറോൾ ഡെപ്ത് ഓഫ് വെയ്റ്റ് സ്ലാബ് എന്നുള്ള രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം 1/25 വെച്ചിട്ട് 1/25 ഓഫ് സ്പാൻ വെച്ചിട്ട് എഫക്റ്റീവ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കവറും കൂടി, അതായത് എഫക്റ്റീവ് കവറും കൂടി ആഡ് ചെയ്തിട്ട് ഓവറോൾ ഡെപ്ത് എടുക്കും. അപ്പോൾ എന്തായാലും 1/20 അകത്ത് വരുന്ന രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഏകദേശം ട്രയലാണ്, ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. നമ്മൾ ഏകദേശം നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഡെപ്ത് കിട്ടാൻ ഈ ഒരു രീതിയിൽ അസ്യൂം ചെയ്താൽ ഓക്കെ ആവുന്നത് കൊണ്ട് നമ്മളിങ്ങനെ അസ്യൂം ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ബാക്കി ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, 2 ക്ലാസ്സിൽ നിങ്ങൾ കേട്ട തിയറിയൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രോബ്ലത്തിലേക്ക് കയറാൻ പോവാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.